ഇന്ന് AI ടൂളും ഓട്ടോമേഷൻസും ഒന്നും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് അല്ല, മറിച്ച് എല്ലാവരുടെയും ജീവിതത്തിലൊരു ഇൻ്റഗ്രൽ പാർട്ടാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ദിവസേന AI പ്രൊഡക്ട്സിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ബിസിനസ്സുകൾ ഇന്ന് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് വെച്ച് സ്പ്ലിറ്റ് സെക്കൻഡുകളിൽ ഡിസിഷൻ എടുക്കുന്നതും, സെൽഫ് ഡ്രൈവിംഗ് കാർസ് ട്രാഫിക് ഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്യുന്നതും, പേഴ്സണലൈസ്ഡ് AI അസിസ്റ്റൻറ്റുകൾ കോംപ്ലക്സ് ടൂൾസുകൾ എളുപ്പത്തിൽ ചെയ്യുന്നതും എല്ലാം നമുക്കിന്ന് സുപരിചിതമാണ്. ഈ ഡേറ്റ ഡ്രിവൺ വേൾഡിൽ ഒരു പ്രൊഫഷൻ ഡേറ്റ റിലേറ്റഡ് എല്ലാ ജോബ് റോളിൻ്റെയും സെൻട്രലിൽ നിൽക്കുന്നു. അതാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് വളരെ ഹാർഡ് ട്രൂത്താണ്. 2023 24 ഒരു മികച്ച ഡേറ്റ സയൻറ്റിസ്റ്റിന് വേണ്ടിയിരുന്ന സ്കിൽസ് അല്ല, അല്ലെങ്കിൽ 2023 24 നിങ്ങൾ പഠിച്ച സ്കിൽസ് അല്ലെങ്കിൽ പഠിക്കേണ്ടിയിരുന്ന സ്കിൽസ് ഒരിക്കലും നിങ്ങൾ 2025 ഒരു മികച്ച ഡേറ്റ സയൻറ്റിസ്റ്റ് ആക്കുകയില്ല. ഈ ഫീൽഡ് അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ബേസിക് ഡേറ്റ ക്ലീനിങ്ങും മെഷീൻ ലേണിങ്ങിലും മാത്രം ഫോക്കസ് ചെയ്തിരുന്ന ഈ ഒരു നിഷ് ഇന്ന് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നിലോട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. കമ്പനീസിന് ഇന്ന് പ്രഡിക്റ്റീവ് മോഡൽസ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നവരല്ല വേണ്ടത്, മറിച്ച് AI സൊല്യൂഷൻസ് അറ്റ് സ്കെയിൽ ഡിപ്ലോയ് ചെയ്യാൻ കഴിയുന്നവരെ, മാസീവ് ഡേറ്റ സെറ്റിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ളവരെ, പിന്നെ കോംപ്ലക്സ് ഡേറ്റയിൽ നിന്നും ബിസിനസ് സ്ട്രാറ്റജീസ് ഡ്രൈവ് ചെയ്യാൻ കഴിവുള്ളവരെയൊക്കെയാണ് കമ്പനീസ് തിരയുന്നത്. സോ ഇത് നിങ്ങൾക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത് AI ഡ്രിവൺ വേൾഡിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അഡാപ്റ്റ് ചെയ്യാനും അപ്സ്കിൽ ചെയ്യാനും ട്രെൻഡ്സ് അനുസരിച്ചിട്ട് പഠിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറാവണം. ഡേറ്റ സയൻസ് അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് പ്രൊഫൈൽസ് ഒന്നും തന്നെ ഒട്ടും സ്ലോ ഡൗൺ ആകുന്നില്ല. അതെല്ലാം മറിച്ച് വളരെയധികം അല്ലെങ്കിൽ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പലരും പറയാം ഡേറ്റ സയൻസിന് വേക്കൻസി ഇല്ല എന്നുള്ളത്. പലപ്പോഴും ഡേറ്റ സയൻറ്റിസ്റ്റുകൾക്ക് വേക്കൻസി ഇല്ല എന്നുള്ളതല്ലാതെ കാരണം നമ്മളുടെ സ്കിൽസ് ഡേറ്റ സയൻസ് ജോബ് റോളിൽ കമ്പനി ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അതിന് കാരണം. അതായത് കോമ്പറ്റീഷൻ വളരെ ടഫാണ്, കമ്പനീസ് വളരെ സെലക്റ്റീവ് ആവുകയാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസും ബിസിനസ് ഇമ്പാക്റ്റും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ കഴിയുന്നവർക്കായിരിക്കും ക്രൗഡഡ് ജോബ് മാർക്കറ്റിൽ ഡിമാൻഡുകളുള്ളത്. സോ നിങ്ങൾ എങ്ങനെ ഈ കോമ്പറ്റീറ്റീവ് ജോബ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും? എന്ത് സ്കിൽസാണ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റിന് 2025 വേണ്ടത് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ സയൻറ്റിസ്റ്റുകൾക്ക് കരിയർ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാൻ കഴിയുന്ന 10 ജോബ് റോളുകളെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ അസ്പയറിംഗ് ഡേറ്റ സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഫീൽഡ് റിലവൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണലാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള റോഡ് മാപ്പ് നൽകുന്നതാണ്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനലിൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, മേൺ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് തുടങ്ങിയ വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. മാത്തമെറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബിസിനസ് അക്യുമെൻ, ഇവിടെ എല്ലാം കൂടെ ചേർന്നൊരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത്. ഡേറ്റ സയൻസിൽ ഡേറ്റ കളക്ട് ചെയ്ത്, ക്ലീൻ ചെയ്ത്, വിഷ്വലൈസ് ചെയ്ത്, ഡേറ്റയിൽ നിന്ന് കോംപ്ലക്സ് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഈ ഒരു പ്രോസസ്സിനായിട്ട് മെഷീൻ ലേണിംഗ്, അഡ്വാൻസ്ഡ് AI, അനലിറ്റിക്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2025 ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇൻ ഡിമാൻഡ് സ്കിൽസിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യമായിട്ട് വേണ്ടത് മാത്തമെറ്റിക്സ് ആൻഡ് സ്ട്രോങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫൗണ്ടേഷൻ ആണ്. പലരും മാത്തമെറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇൻഡെപ്ത് ആയിട്ട് മാത്സിൽ നോളജൊക്കെ വേണമെന്ന് കരുതും. പക്ഷേ ഒരിക്കലും അല്ല. പ്രോബബിലിറ്റിയെക്കുറിച്ചും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫോംഡ് ഡിസിഷൻസും അക്യുറേറ്റ് മോഡൽസും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ലീനിയർ ആൾജിബ്ര, കാൽക്കുലസിലൊക്കെ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെഷീൻ ലേണിംഗ് അൽഗോരിതം, അതിലുള്ള ഒപ്റ്റിമൈസ് ടെക്നിക്സ് ഒക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ള ടെക്നിക്കൽ സ്കിൽസിലുള്ള നോളജാണ്. 2025 ഡേറ്റ സയൻറ്റിസ്റ്റുകൾ ഇൻഡസ്ട്രി കോമ്പറ്റീറ്റീവ് ആകണമെങ്കിൽ പൈത്തൺ ലാംഗ്വേജിലുള്ള നോളജ് മാൻഡേറ്ററി ആണ്. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള 6 മിനിമം ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ലാംഗ്വേജിൽ 6 മിനിമം നോളജ് ഉണ്ടായിരിക്കണം. പൈത്തൺ അതിൻ്റെ വെർസറ്റാലിറ്റി കാരണം ഡേറ്റ അനാലിസിസിന്, മെഷീൻ ലേണിംഗിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ സയൻറ്റിസ്റ്റുകൾ ഡീൽ ചെയ്യേണ്ട ഡേറ്റ ഒരിക്കലും ക്ലീൻഡ് ഡേറ്റ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് ഡേറ്റ മാനിപ്പുലേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനായിട്ട് എക്സൽ, അഡ്വാൻസ്ഡ് എക്സൽ നിങ്ങൾക്ക് പഠിക്കാം. കൂടാതെ പൈത്തൺ ലൈബ്രറീസായ നംപൈ, പാണ്ടാസ് തുടങ്ങിയവയിലുള്ള നോളജ് നിങ്ങൾക്ക് വേണം. ടെക്നിക്കൽ സ്കിൽസിൽ മൂന്നാമതായിട്ട് പറയാനുള്ളത് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലുള്ള സ്കിൽസാണ്. സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ്, പിന്നെ റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് തുടങ്ങിയവയിലേക്കുള്ള നോളജ് ഒരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബെറ്റർ ആയിരിക്കും. ഇതിനായിട്ട് അവർക്ക്
പൈതൺ, ഇതിനായിട്ട് അവർക്ക് പൈടോർച്ച്, ടെൻസർഫ്ലോ, കേറാസ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം. ഇത്തരത്തിൽ മോഡലിലൂടെ റോബസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗ് മോഡൽസ് എളുപ്പത്തിൽ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഓൺസ് മാത്തമെറ്റിക്സിലും ടെക്നിക്കൽ സ്കില്ലൊക്കെ ഈ പറഞ്ഞ ടെക്നിക്കൽ സ്കില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണ്ട സ്കില്ലാണ് അഡ്വാൻസ്ഡ് AI ടെക്നിക്സിലുള്ള നോളജ്. നമുക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് വരെ, അല്ലെങ്കിൽ ഈവൻ 2024 വരെ നേരത്തെ പറഞ്ഞ സ്കിൽസൊക്കെ മതിയായിരുന്നു ഡേറ്റാ സയൻറ്റിസ്റ്റാണ്. അതായത് ബേസിക് മാത്തമെറ്റിക്സിലുള്ള സ്കിൽസും പിന്നെ മെഷീൻ ലേണിംഗ് മോഡൽസ്, ഡേറ്റ ക്ലീനിങ്ങിലുള്ള സ്കിൽസും മതിയായിരുന്നു. പക്ഷേ 2025 ആ ഫീൽഡ് ഒരുപാട് വളർന്നിട്ടുണ്ട്. AI ഇൻഡസ്ട്രീസിനെ ഒരുപാട് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ അഡ്വാൻസ്ഡ് AI ടെക്നിക്സിലുള്ള നോളജ് നേടുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് ഡീപ്പ് ലേണിംഗ് മാസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജ് റെക്കഗ്നീഷൻ, സ്പീച്ച് റെക്കഗ്നീഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ വേണ്ടത് ജനറേറ്റീവ് AI ടെക്നിക്സിനെ കുറിച്ചുള്ള നോളജാണ്. ജനറേറ്റീവ് AI ടൂൾസുകളായ ChatGPT കുറിച്ചും മിഡ്ജേണിയെക്കുറിച്ചും സ്റ്റേബിൾ ഡിഫ്യൂഷൻ എന്നിവയിലൊക്കെയുള്ള നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനും മാനുവൽ ഇൻ്റർപ്രിട്ടേഷൻ വേണ്ട പ്രോബ്ലം സോൾവ് ചെയ്യാനും ഒക്കെ കഴിയുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട AI ടെക്നിക്കാണ് എക്സ്പ്ലെയിനബിൾ AI. റീസെൻ്റായിട്ട് നിങ്ങൾ പലരും എക്സ്പ്ലെയിനബിൾ AI എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. AIയുടെ ഇൻഫ്ലുവൻസ് വളരുന്നതിനനുസരിച്ച് ഡേറ്റാ സയൻറ്റിസ്റ്റുകളുടെ ഉത്തരവാദിത്തമാണ് മെഷീൻ ലേണിംഗ് മോഡൽസ് അറിയാത്ത സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ക്ലിയർ ആൻഡ് പ്രിസൈസ് ആയിട്ട് ഔട്ട്പുട്ട് അവർ ഫൈൻഡ് ചെയ്ത ഫൈൻഡിങ്സ് നൽകണം എന്നുള്ളത്. ഇതാണ് എക്സ്പ്ലെയിനബിൾ AI. നാലാമതായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കില്ലാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും ബിഗ് ഡേറ്റ ടെക്നോളജീസിലും നിങ്ങൾക്ക് വേണ്ട സ്കില്ല്. ഡേറ്റയുടെ വോളിയൂംസ് എക്സ്പൊണൻഷ്യലി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ബിഗ് ഡേറ്റ ടെക്നോളജീസിലുള്ള സ്കില്ല് നോൺ നെഗോഷ്യബിൾ ആണ്. ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ആയ GCP, AWS, മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഇവയൊക്കെ ലാർജ് ഡേറ്റ സെറ്റ് സ്റ്റോർ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ടൂൾസാണ്. ഇതുകൂടാതെ ബിഗ് ഡേറ്റ ടൂൾസായ ഹഡൂപ്പ്, അപ്പാഷെ, സ്പാർക്ക് എന്നിവയുള്ള നോളജും ഒരു ബേസിക് നോളജിംഗ് ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിന് കറൻ്റ്ലി മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കലും ബിസിനസ് അക്യുമെനും കൂടെ വേണ്ടി വരുന്ന ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് ഡേറ്റാ സയൻസ്. അപ്പോൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് സ്കില്ലാണ്. ഡേറ്റാ സയൻറ്റിസ്റ്റിൻ്റെ ജോലി പ്രഡിക്റ്റീവ് മോഡൽസ് ബിൽഡ് ചെയ്യുന്നതോ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുന്നതിലോ ഒതുങ്ങുന്നില്ല. അവരത് കണ്ടുപിടിച്ച് എഫക്റ്റീവായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് നയിക്കുന്ന ആൾക്കാർക്കും ഇത്തരത്തിലുള്ള ടെർമിനോളജിയെക്കുറിച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും എളുപ്പം വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് ഡേറ്റയെ വിഷ്വലി റെപ്രസെൻ്റ് കിട്ടിയ ഫൈൻഡിങ്സിനെ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള സ്കില്ലാണ്. വിഷ്വലൈസേഷൻ, ഇതിനായിട്ട് അവർക്ക് ടാബ്ലോ, മാക്രോഡ്ലി, പവർ BI പോലുള്ള ടൂൾസിലുള്ള നോളജ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഫൈൻഡിങ്സ് എളുപ്പത്തിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. AI വളരെ വേഗത്തിൽ വളരുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു എത്തിക്കൽ കൺസേൺസും വളരുന്നുണ്ട്. ഇന്ന് ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു കൺസേൺ ബയാസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസിനെ കുറിച്ച്. ഈ ഒരു കാരണത്താൽ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ ML മോഡൽസിലെയും ഡേറ്റാ സെറ്റുകളുടെയും ബയാസ് മിറ്റിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇതുകൂടാതെ ഡേറ്റ പൈറസി ലോസ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രൊജക്ട്സ് ഏത് രാജ്യത്തിൻ്റെ ഡേറ്റയിലാണോ ആ രാജ്യത്തിൻ്റെ ഡേറ്റയിലുള്ള പൈറസി ലോസിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ഏഴാമതായിട്ട് വേണ്ട സ്കില്ലാണ് ഡൊമൈൻ നോളജ് ആൻഡ് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്. ഒരു 4-5 വർഷം മുമ്പൊക്കെ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് ടെക്നിക്കൽ സ്കില്ല് മാത്രം ഉണ്ടെങ്കിൽ കമ്പനീസ് ഹയർ ചെയ്യായിരുന്നു. പക്ഷേ ഇന്നത്തെ സാഹചര്യം മാറി. ഇന്നത്തെ സാഹചര്യത്തിൽ ഏത് ഡൊമൈനിലുള്ള പ്രൊജക്റ്റിലാണോ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ആ ഡൊമൈനിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള നോളജ് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് ഉണ്ടായിരിക്കുന്നത് വളരെ മാൻഡേറ്ററി ആണ്. ഇത് സത്യം പറഞ്ഞാൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഡേറ്റാ സയൻസ് പ്രൊജക്റ്റ് ലീഡ് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ കൊണ്ട് തരുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത. പിന്നെ എട്ടാമതായിട്ട് ഓഗ്മെൻറ്റഡ് അനാലിസിസ് അല്ലെങ്കിൽ നോ കോഡ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടായിരിക്കണം. സത്യം പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് ടൂൾസ് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന രീതി തന്നെ മാറ്റിമറിച്ചു. ഇത്തരത്തിലുള്ള ടൂൾസ് ഡേറ്റ മോഡലിംഗ് വളരെ മിനിമൽ എഫേർട്ടിൽ ബിൽഡ് ചെയ്യാൻ സാധിച്ചു. ഇനിയുള്ള കാലഘട്ടത്തിൽ ഡേറ്റ റൂട്ട് പോലത്തുള്ള ടൂൾസ് ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതുകൂടാതെ ഓട്ടോമേറ്റഡ് ML മോഡൽസ് ബിൽഡ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ച സ്കിൽസൊക്കെ ഉണ്ട്. ഞാൻ പെർഫെക്റ്റ് ഡേറ്റാ സയൻറ്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ ഇത്ര സാഹചര്യത്തിൽ ഇരിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ 2025 കഴിഞ്ഞ 3 മാസം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരുന്ന സ്കിൽസിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഈ സ്കിൽസൊക്കെ മാറിക്കൊണ്ടിരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ ഡേറ്റാ സയൻറ്റിസ്റ്റുകൾക്ക് ഡേറ്റാ സയൻസ് ഫീൽഡിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുക.
അതിനായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് ഡേറ്റാ സയൻസ് കമ്മ്യൂണിറ്റിയിലും വർക്ക്ഷോപ്പിലും പിന്നെ ഡിഫറെൻറ്റ് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൂടാതെ ഇതൊന്നും അല്ലാതെ ടീം വർക്കിനെ കുറിച്ചും കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും ഒരു ഒറ്റയ്ക്കായിരിക്കും വർക്ക് ചെയ്ത് അവർക്ക് ഡിഫറെൻറ്റ് ടീമാണ്, ഡേറ്റ എഞ്ചിനീയേഴ്സായിട്ടും ഡേറ്റ ക്ലീനിങ് ചെയ്യുന്നവർക്കും ML മോഡൽസ് ബിൽഡ് ചെയ്യുന്നവരായിട്ടും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടും നോൺ ടെക്നിക്കൽ ആയിട്ടുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യത്തിൽ കോംപ്ലക്സ് ടാസ്കുകൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മോഡൽസ് ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു ടീം പ്ലെയർ ആയിരിക്കണം. അപ്പോൾ നല്ല ടീം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്യന്താപേക്ഷിതമാണ്. ഇതുകൂടാതെ ഡേറ്റയിൽ നിന്നും ഇൻസൈറ്റ്സ് ഡെറൈവ് ചെയ്തെടുക്കാനും കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഡേറ്റാ സയൻറ്റിസ്റ്റ് 2020 വേണ്ട സ്കിൽസുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്കും ഡേറ്റാ സയൻറ്റിസ്റ്റ് ആകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എഡ്യൂ ലേണിങ്ങിൻ്റെ 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ച് ഈവൻ നോൺ ടെക്നിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈവൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ആ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123. Thank you.